ഹായ്, വെൽക്കം ബാക്ക് ടു സ്കൂൾസ് ആൻഡ് ഇഞ്ചസ്. ഇന്നത്തെ വീഡിയോയിൽ ഏപ്രിലിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആദ്യമായിട്ട് തയ്ക്കുന്നവരൊക്കെ ഒന്ന് അതിൽ കട്ട് ചെയ്ത് കാണിച്ചേക്കുന്നതും ഡ്രാഫ്റ്റിംഗ് ചെയ്തേക്കുന്നതും ഒക്കെ ഒരു ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ ബ്രൗൺ പേപ്പറിലോ ഒക്കെ ഒരു 2-3 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ മെയിൻ തുണിയിൽ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ ഏപ്രിലിന് വേണ്ടി എടുത്തേക്കുന്ന തുണി ഒരു സാധാരണ കോട്ടൺ തുണിയാണ്. കട്ടിയുള്ള തുണി എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ഇപ്പം ഏപ്രിലിന് എപ്പോഴും നല്ലത് സോഫ്റ്റ് ആയിട്ടുള്ളൊരു തുണിയാണ്, കാരണം നമുക്ക് ഇടാനൊക്കെ സുഖമായിരിക്കും. പിന്നെ അതുപോലെ ഇത് ഞാൻ സിംഗിൾ ഫോൾഡിലാണ് ചെയ്തേക്കുന്നത്. അതായത് ഒരു മടക്കേ ഉള്ളൂ. ഇവിടെ മടങ്ങിയിരിക്കുന്നത് നമ്മുടെ കഴുത്തിന്റെ വശം വരുന്ന ഭാഗം ഫോൾഡിലാണ്. അപ്പം അതുപോലെ ഞാൻ ഇത് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ലെങ്ത് എടുക്കാൻ നേരം ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് 0 to 1 ലെങ്ത്. ചെസ്റ്റ് മെഷർമെന്റ് 34 ഇഞ്ചസ് ആണ്. അപ്പോൾ 34 ഇഞ്ചസ് ഞാനിവിടെ ചെസ്റ്റിന്റെ മെഷർമെന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ലെങ്ത് ചെയ്യുന്നത്. അല്ലാതെ ലെങ്ത് ഇഷ്ടമുള്ള പോലെ കൂട്ടി കുറച്ച് എങ്ങനെയാന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ചെസ്റ്റിന്റെ മെഷർമെന്റ് വെച്ചിട്ട് നമുക്കിതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഡ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ അളവുകൾ ഇങ്ങനെ പേപ്പറിൽ എഴുതി വെക്കണം. അതായത് ഇപ്പോൾ ബോഡി പാർട്ട്, പോക്കറ്റ്, നെക്ക് സ്ട്രിപ്പ്, വേസ്റ്റ് ബെൽറ്റ്, ഇതിന്റെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് അളവുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഇങ്ങനെ ഒരു ഏപ്രിലിന്റെ ഒരു ചെറിയൊരു പാറ്റേണിന്റെ ഒരു പിക്ചർ ഇങ്ങനെ വരച്ചു വെക്കണം. അതിൻ്റെ അകത്ത് എന്തൊക്കെ ഈ കൊടുത്തേക്കുന്ന നമ്പേഴ്സ് ഇൻക്ലൂഡിങ് അതിനകത്ത് എന്തൊക്കെ വേണം എന്നുള്ളത്. അതുപോലെ നമ്മൾ ഡ്രാഫ്റ്റിംഗ് ചെയ്യുമ്പം എത്രയാണോ ഈസ് കൊടുക്കുന്നത്, എത്രയാണ് സീം അലവൻസ് കൊടുക്കുന്നത്, എക്സ്ട്രാ നമ്മൾ ഇടുമല്ലോ. ഇപ്പം ഞാൻ വിഡ്ത്ത് നമ്മൾ 1.5 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഡ്രാഫ്റ്റിംഗിൽ അത് ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ ഇതിനകത്ത് അതെല്ലാം എല്ലാം ചെയ്ത് വെച്ച് ഇതുപോലെ വരച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ അടുത്തൊന്നും തയ്ക്കുന്നില്ല, പിന്നീട് എപ്പോഴെങ്കിലും ആണെങ്കിലും നമുക്ക് എങ്ങനെ തയ്ക്കണം എന്നുള്ളതിനൊരു ഡൗട്ട് വരുന്നില്ല. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയാട്ടോ. അപ്പോൾ ചെസ്റ്റ് -5 ഇഞ്ചസ് ചെയ്താൽ നമുക്ക് ലെങ്ത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലെങ്ത് കിട്ടും. അതായത് ചെസ്റ്റ് 34 ഇഞ്ചസ് ആണ്, -5 ഇഞ്ചസ് ചെയ്താൽ 29 ഇഞ്ചസ്. അപ്പോൾ 29 ഇഞ്ചസ് ആണ് ഞങ്ങളുടെ ലെങ്ത് എടുക്കാൻ പോകുന്നത്. നമുക്ക് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാം. 29 ഇഞ്ചസ് മാർക്ക് ചെയ്യണം. 0 to 2 വിഡ്ത്ത് ആണ് കൊടുത്തേക്കുന്നത്. വിഡ്ത്ത് ഞാൻ മെഷർ ചെയ്തേക്കുന്നത് 1/4 ചെസ്റ്റ് ആണ്. അതായത് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4, അതിന്റെ കൂട്ടത്തിൽ ഒരു 1.5 ഇഞ്ചും കൂടെ കൂട്ടിയിട്ടിട്ടുണ്ട് നമുക്ക് ഈസിനും സീം അലവൻസിനും വേണ്ടിയൊക്കെ. അപ്പോൾ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4, അതായത് 34 ആണ് ചെസ്റ്റ്. അപ്പൊ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4 8.5 ആണ് കിട്ടിയേക്കണേ. അപ്പൊ 8.5ന്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ ആഡ് ചെയ്തപ്പം നമുക്ക് 10 ഇഞ്ച് കിട്ടി, 10 ഇഞ്ചസ്. അപ്പൊ അതാണ് നമ്മൾ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. അപ്പൊ 0 to 2 10 ഇഞ്ചസ് ആണ്. അപ്പൊ അതിങ്ങനെ മാർക്ക് ചെയ്യുക. ഇങ്ങനെയാണ് വിഡ്ത്ത് മാർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആണ്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഇവിടെ ഈ ഒരു വശത്ത് എന്തെങ്കിലും ഒരു തുണിയിൽ എന്തെങ്കിലും ഒരു അളവില് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അപ്പൊ വിഡ്ത്ത് 10 ഇഞ്ചല്ലേ എടുത്തത്. അപ്പൊ ഇങ്ങനെ ഇത് മാർക്ക് ചെയ്യണം, 10 ഇഞ്ചസ് മാർക്ക് ചെയ്യണം. അടുത്തത് 1 to 3, ബോട്ടം 1 to 3 സെയിം തന്നെയാണ്, ഇതേ വിഡ്ത്ത് തന്നെ എടുക്കേണ്ടത്. അപ്പൊ 10 ഇഞ്ച് താഴെയും 10 ഇഞ്ച് തന്നെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതൊരു ബോക്സ് ആയിട്ട് വരയ്ക്കുക. അതായത് ഇനി 2 to 3യും സെയിം തന്നെ ആയിരിക്കും. ഇതിങ്ങനെ സ്ട്രെയിറ്റ് ജോയിൻ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. ഇതിപ്പോൾ ഞാനിങ്ങനെ ഒരു ലെങ്ത്തും വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്താണ് ഞാൻ ഡ്രാഫ്റ്റിംഗിൽ പറഞ്ഞില്ലേ, ഇതിന്റെ അകത്താണ് എല്ലാ അളവുകളും നമ്മളിങ്ങനെ വരയ്ക്കുന്നത്. ഇതിപ്പോൾ ഇതിനകത്ത് ലെങ്ത്തും വിഡ്ത്തുമായിട്ട് നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഏപ്രിലിന്റെ ലെങ്ത്ത്. വിഡ്ത്ത് 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ലെങ്ത്തും ഇത് വിഡ്ത്തുമായിട്ട് ഇങ്ങനൊരു ബോക്സ് വരച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതേ ഈ പിക്ചറിൽ മനസ്സിലാവും. ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്. ഇനി അടുത്തത് വേണ്ട മെഷർമെന്റ്സ് നമ്മളിപ്പോ 0 to 1, 0 to 2, 2 to 3, 1 to 3 നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ബോക്സ് ഫുൾ ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് വേണ്ടത് 0 to 4, അതായത്
ആം ഹോൾ ലെങ്ത് ആണ്, കൈക്കുഴിയുടെ ഇറക്കമാണ് വേണ്ടത്. അതായത് 0 to 4 ആം ഹോൾ ഷേപ്പ് നമുക്ക് വേണ്ടത് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4 ആണ്. അപ്പോൾ ചെസ്റ്റ് 34 ഇഞ്ചസ് ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 8.5 കിട്ടും. അപ്പോൾ 8.5 ആണ് നമുക്ക് ഈ 0 to 4 നമുക്ക് മെഷർ ചെയ്ത് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നിന്ന് ഒരു 8.5 ഇഞ്ചസ് വരയ്ക്കുക. ഇഞ്ചസ്. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഈ 2 to 5 എന്ന് പറയുന്നത് സെയിം 0 to 4ന്റെ അതേ മെഷർമെന്റ് ആണ്. അതായത് നമുക്ക് ഈ ഒരു ആം ഹോളിന്റെ ഷേപ്പാണ് വരേണ്ടത്, ഈ ഒരു ഷേപ്പ് വരണം. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ലെങ്ത് ഇവിടെ എടുത്തേക്കുന്നത്. 0 to 4 ആം ഹോൾ ലെങ്ത് ഈ സെയിം തന്നെ 2 to 5. ഇപ്പോൾ 0 to 4 കഴിഞ്ഞാൽ 4 to 5, ഈ ഒരു 2 to 5ഉം 0 to 4ഉം 8.5 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ലെങ്ത് ഈ ഒരു ബോക്സിന്റെ അകത്ത് തന്നെ അടുത്തത് 8.5 മാർക്ക് ചെയ്യുക. 8.5 മാർക്ക് ചെയ്യുക. ഇത് രണ്ടും സെയിം ആണ്. ഇനി ഈ രണ്ട് പോയിന്റ്സ് നമ്മൾ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ഇനി ഇങ്ങനെ ഇതിനകത്ത് ഇനി അടുത്തത് ചെയ്യേണ്ടത് 0 to 6 ആണ്. 0 to 6 എന്ന് പറയുന്നത് ബിബിന്റെ വിഡ്ത്താണ്, അതായത് നമ്മുടെ ഈ കഴുത്തിന്റെ പോർഷൻ വരുന്ന വശത്തിന്റെ ഷേപ്പാണ്. ഇപ്പോൾ 0 to 6 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് താഴത്തേക്ക് അതേ അളവിൽ തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. അതായത് 4 to 7. 4 to 7ഉം ഈ 0 to 6ഉം സെയിം ആണ്. അപ്പോൾ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പം ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്ഷൻ കിട്ടില്ല. അതിനു വേണ്ടിയാണ്. അല്ലാതെ ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാവുന്നേ ഉള്ളൂ. എങ്കിൽ ഇവിടെ ഒന്ന് അളവ് കൊടുത്താൽ ഇത് കറക്റ്റ് ഇവിടെ ജോയിൻ ചെയ്ത് കിട്ടും. അപ്പോൾ ഇവിടെയും 3.8 ഇഞ്ചസ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് രണ്ടും ജോയിൻ ചെയ്യാം. ഇതിപ്പോൾ ഞാനിങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ബിബിൻ്റെ വിഡ്ത്ത് കിട്ടി. ഇനി അടുത്തത് വേണ്ടത് ഇതാണ്. 4 to 7 നമ്മൾ ജോയിൻ ചെയ്തു. ഇത് സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി അടുത്തത് വേണ്ടത് നമുക്ക് ആം ഹോളിൻ്റെ ഷേപ്പാണ് വരേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ 7 to 8 നമുക്കൊരു 1.5 ഇഞ്ച് ബയസ് അകത്തേക്കായിട്ട് ക്രോസ് മാർക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്യുക. ആം ഹോൾ ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിവിടെ കിട്ടി 1.5 ഇഞ്ച്. എന്നിട്ട് അവിടെ 1.5 ഇഞ്ച്. എന്നിട്ട് അവിടെ നമ്മൾ ഈ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഈ രണ്ട് പോയിന്റ്സ് ഇത് കണ്ട് ഇവിടെ ഈ 6 to 5 ഈ രണ്ട് പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്യണം. ഇപ്പോൾ 7 to 8 നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അത് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഈ രണ്ട് പോയിന്റ് മീറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ അത് ആദ്യം എളുപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് കിട്ടുന്ന ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റും പിന്നെ ഇവിടെ നിന്നുള്ള പോയിന്റും കൂടെ മാർക്ക് ചെയ്യുക. അതായത് 7 to 8 നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ 6ന്ന് ഈ നമ്മൾ 1.5 ഇഞ്ച് എടുത്തതിൻ്റെ അവിടേക്ക് ഒന്ന് സ്കെയിൽ വെച്ച് വരയ്ക്കുക. ഇവിടെ നിന്ന് 5ലേക്ക് ഒന്ന് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഷേപ്പ് കിട്ടും. തുണി വരയ്ക്കാനായിട്ട് ഒരു സ്മൂത്ത് ഷേപ്പ് വേണം. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഈ ഒരു പോയിന്റ് നമ്മൾ ഇതൊന്ന് സ്മൂത്തൻ ചെയ്ത് കൊടുക്കണം. ഈ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമ്മൾ ഈ ഫ്രഞ്ച് കർവിൻ്റെ ഇത് എങ്ങനെയാണോ വരുന്നത് അവിടെ അങ്ങനെ ഒന്ന് സ്മൂത്തൻ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഷേപ്പ് ഒന്ന് കറക്റ്റ് ആക്കിയാൽ മതി. ഈ പോയിന്റിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രഞ്ച് കർവ് വെച്ച് ചെയ്താലും നമുക്കൊരു സ്മൂത്ത് ഷേപ്പ് കിട്ടും. അതുപോലെ നമ്മൾ ഈ ആം ഹോൾ മെഷർമെന്റ് ഇതിനകത്ത് ഷേപ്പ് വരയ്ക്കുമ്പോഴത്തേക്കും ഇവിടെയും ഒന്ന് സ്മൂത്തൻ ചെയ്തു, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരരുത്. അപ്പോൾ ഇവിടെയും പതുക്കെ ആം ഹോൾ ഇതിൻ്റെ ഷേപ്പ് പതുക്കെ ഇങ്ങനെ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഇതും ഇങ്ങനെ ഈ ഷേപ്പ് മാച്ച് ചെയ്യുന്ന തരത്തിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഫ്രീ ഹാൻഡ് ഡ്രോയിങ്ങും ചെയ്യാം. ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് പതുക്കെ ആക്കി കൊടുത്താലും മതി. ഇപ്പോൾ ഞാൻ ഈ കാണിച്ചേക്കുന്ന മെഷർമെൻറ്റ്സ് എല്ലാം, ഈ റെഡി മെഷർമെൻറ്റ്സ് എല്ലാം
ഞാൻ എടുത്തേക്കുന്ന മെഷർമെന്റ് ചെസ്റ്റ് 34 ഇഞ്ചസ് വെച്ചിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ്. ഇപ്പൊ ആരാണോ തയ്ക്കുന്നത് അവർക്ക് അവരവരുടെ മെഷർമെന്റ് എടുത്തിട്ട് ഈ ഒരു എസ്റ്റിമേഷൻ, ഇപ്പൊ ചെസ്റ്റ് ആണെങ്കിൽ എത്രയാണോ ചെസ്റ്റ് അത് -5 ഇഞ്ച് ചെയ്താൽ അവരുടെ ലെങ്ത് ഒരു സ്റ്റാൻഡേർഡ് ലെങ്ത് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടമുള്ള ലെങ്ത് കൊടുക്കാം. എല്ലാ മെഷർമെന്റ്സും എസ്റ്റിമേഷൻസും അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ 34 എടുത്തേക്കുന്നതുകൊണ്ടാണ് അത് വെച്ചിട്ടുള്ള കാൽക്കുലേഷൻസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആരാണോ ചെയ്യുന്നത് അവർക്ക് അവരുടെ മെഷർമെന്റ് അതിനകത്ത് കൊടുത്തിട്ട് അതനുസരിച്ച് ഇതിനകത്ത് കൊടുത്തേക്കുന്ന കാൽക്കുലേഷൻസ് അനുസരിച്ചിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അടുത്തത് ചെയ്യേണ്ടത് നമ്മൾ ഈ മാർക്ക് ചെയ്ത് കൊടുത്തത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമ്മൾ ഈ അളവുകൾ മാർക്ക് ചെയ്ത് വെച്ചതും നമ്മൾ ഡ്രാഫ്റ്റിങ്ങിൽ ഈ പേപ്പറിൽ എങ്ങനെയാണോ ചെയ്ത് വെച്ചിരിക്കുന്ന ബുക്കിലാണെങ്കിൽ അങ്ങനെ നമ്മൾ ഈ കാൽക്കുലേഷൻസ് ചെയ്തതും നമ്മൾ ഇതിനകത്ത് വരച്ചതും തമ്മിലൊന്ന് മാച്ച് ചെയ്ത് നോക്കണം. എടുത്ത മെഷർമെൻറ്റ്സും വരച്ച മെഷർമെൻറ്റ്സും തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ, കറക്റ്റ് ആണോ എന്നുള്ളത്. പ്രത്യേകിച്ച് ബിഗിനേഴ്സൊക്കെ ഒരു 3-4 തവണ നമ്മളൊന്ന് ഒന്നുകൂടെ റീചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. പിന്നെ കട്ട് ചെയ്ത് പോയാൽ പിന്നെ ബുദ്ധിമുട്ടാവും തുണിയിൽ. അപ്പോൾ ഇനി അത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത്, പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി, എന്നാലും നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗം പതുക്കെ ഒന്ന് കൈ മേളിലേക്ക് വെച്ചിട്ട് ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്യുന്ന ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഒട്ടും കട്ട് ചെയ്യരുത്. കാരണം മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല ഇങ്ങനെ പിടിച്ചിട്ട് കട്ട് ചെയ്താൽ. അപ്പോൾ ഇങ്ങനെ തന്നെ വെച്ചിട്ട് സിസേഴ്സ് ഈ അതേ മാർക്കിൽ കൂടെ കട്ട് ചെയ്ത് പോവുക. പതുക്കെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇത് മുഴുവനും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഈ ആം ഹോൾ ഷേപ്പും ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇനി പേപ്പറിന്റെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് വേണ്ടത് നെക്ക് സ്ട്രിപ്പും ബെൽറ്റും പോക്കറ്റും ആണ്. ഇനി അടുത്തത് വേണ്ട പോക്കറ്റാണ്. പോക്കറ്റ് ഞാനിപ്പോൾ ഇവിടെ ഒരു ലെങ്ത് 8.5 ഇഞ്ചസും വിത്ത് ഒരു 7.5 ഇഞ്ചസും ആണ് എടുത്തേക്കുന്നത്. അതായത് അതും ഞാൻ ചെസ്റ്റ് മെഷർമെന്റിന്റെ കാൽക്കുലേഷനിൽ ചെയ്തേക്കുന്നത്. അതായത് ലെങ്ത് ഒരു ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4 ചെയ്തപ്പം എടുത്താലും നമുക്ക് വേണ്ട ഒരു ലെങ്ത് കിട്ടും. പിന്നെ അതിനകത്ത് ഒരു ഇഞ്ച് കുറച്ചാൽ നമുക്ക് വിട്ട് കിട്ടും. അപ്പോൾ അത് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഞാനിപ്പോൾ അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തേ ഉള്ളൂ. ഒരു 10 ഇഞ്ചോ അതിന് എങ്ങനെയാണോ പോക്കറ്റിന്റെ വീതിയും നീളവും ഓരോരുത്തർക്ക് ഇഷ്ടം അനുസരിച്ച് ഏപ്രിലിൽ കൊടുക്കണ്ടേ അതനുസരിച്ചിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് നെക്ക് സ്ട്രിപ്പാണ്. നെക്ക് സ്ട്രിപ്പ് ഞാൻ ഇവിടെ നീളം എടുത്തേക്കുന്നത് ഒരു 20 ഇഞ്ചാണ്. 20 ഇഞ്ചാണ് നീളം എടുത്തേക്കുന്നത്. വീതി എടുത്തേക്കുന്നത് ഒരു 2.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്നത് നമ്മളുടെ ഏപ്രിലിന് സൈഡിൽ കെട്ടാനുള്ളൊരു ബെൽറ്റ് ഉണ്ടല്ലോ, സൈഡിലെ സ്ട്രിപ്പ്, അത് 2 പീസ് വേണം. 2 പീസ് എടുത്തേക്കുന്നത്. അതുപോലെ പിന്നെ അതിൻ്റെ വീതി ഞാൻ എടുത്തേക്കുന്നത് 4 ഇഞ്ചാണ്. അതിൻ്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 2 അത് ചെയ്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു 6 ഇഞ്ച് കൂട്ടിയിട്ടാൽ നമുക്ക് വേണ്ട ഒരു സ്റ്റാൻഡേർഡ് മെഷർമെന്റിലുള്ള ലെങ്ത് കിട്ടും. വേസ്റ്റ് ബെൽറ്റിന് വിത്ത് നേരത്തെ പറഞ്ഞ പോലെ 4 ഇഞ്ച് എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി വേണ്ടത് നമ്മുടെ ആം ഹോളിൻ്റെ ഷേപ്പാണ് വേണ്ടത്. അപ്പോൾ അതിന് ഇവിടെ സ്ട്രിപ്പ് വെച്ച് ഫിനിഷ് ചെയ്യണം. അപ്പോൾ അതിന് വയർ സ്ട്രിപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലേസ് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇതേ ഷേപ്പിൽ തന്നെ ഈ സെയിം ഷേപ്പിൽ തുണി കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇപ്പം ഈ കട്ട് ചെയ്ത തുണിയിൽ നിന്ന് തന്നെ ബാക്കിയുള്ള തുണി ഉണ്ടെങ്കിൽ അത് മതി. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഫോൾഡിൽ വെക്കുക. ഇവിടെ ഫോൾഡിലാണ് ഇരിക്കുന്നത്. ഫോൾഡിൽ വെച്ചതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് 2 പീസ് കിട്ടും. അപ്പം 2 ആം ഹോളിലേക്കും കൂടെ നമുക്ക് ഒറ്റയടിക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം എന്നിട്ട് ഇതിങ്ങനെ ജസ്റ്റ് വെക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഞാനിപ്പോൾ 1.5 ഇഞ്ചാണ് സ്ട്രിപ്പിന് കൊടുക്കുന്നത്. 1.5 ഇഞ്ച് ഇവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ വെക്കുക. എന്നിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം. പിൻ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു
ഈ ഷേപ്പ് നമ്മളൊന്ന് വരച്ചു കൊടുക്കണം. ഇതിൽ കൂടെ തന്നെ ഈ ഷേപ്പ് തന്നെ കറക്റ്റ് ഒന്ന് നമ്മൾ ട്രേസ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ഈ ഷേപ്പിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ഒന്നും കൂടെ ഇത് വരയ്ക്കണം. 1.5 ഇഞ്ച് വീതിയിൽ ഒരു 1.25 എടുത്താലും മതി. ഇപ്പം ഞാനിത് ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവർക്ക് ചിലപ്പോൾ തയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയി കഴിഞ്ഞാൽ തികയാതെ വരേണ്ടെന്ന് ഓർത്തിട്ട് 1.5 ഇഞ്ച് എടുക്കുന്നതാണ്. അപ്പോൾ അതിങ്ങനെ ഫുള്ള് ഈ ഷേപ്പിൽ ഇങ്ങനെ വരച്ചെടുക്കണം. നമ്മൾ ഈ വരച്ച് വെച്ച് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ 2 പീസാണ്. അത് 2 ആം ഹോളിലേക്കും കൂടെ വേണ്ടിയിട്ടുള്ള സ്ട്രിപ്പാണ്. നമ്മൾ ഈ ജോയിന്റിന്റെ ഇവിടെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്തേക്കണം. ഇത് ഫോൾഡിലാണ്. ഇത് ഫോൾഡിൽ വെക്കണം നിർബന്ധമൊന്നുമില്ല. 2 തുണി ഇങ്ങനെ വെച്ചിട്ടെടുത്താലും മതി. ഫോൾഡിൽ വെച്ചത് കുറച്ച് എളുപ്പത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി വേണ്ടത് നമുക്ക് ഇവിടുത്തെ ഈ ഒരു കഴുത്തിന്റെ ഇവിടുത്തെ ഈ ബിബിന്റെ ഭാഗത്ത് ഫിനിഷ് ചെയ്യാനുള്ള ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് സ്ട്രിപ്പ് ഒരെണ്ണം കട്ട് ചെയ്തെടുത്താൽ മതി. അതിന്റെ മെഷർ ജസ്റ്റ് 1.5 ഇഞ്ചിന്റെ ഒരു സ്ട്രിപ്പ് ഇതേ മെഷർമെന്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇത് എത്ര നീളമുണ്ടോ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു സ്ട്രിപ്പ് എടുത്താൽ മതി. ഇനി ബാക്കിയുള്ളത് ഇതെല്ലാം നമ്മൾ ജോയിൻ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇനി ഏപ്രിലിന്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തയ്ക്കാൻ തുടങ്ങണം. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ പോക്കറ്റ് ഫിനിഷ് ചെയ്യാണ്. പോക്കറ്റാണ് പിടിപ്പിക്കുന്നത് ആദ്യം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പം ഞാൻ ഈ തരത്തിൽ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം പോക്കറ്റിന്റെ ഓപ്പണിംഗ് വരുന്ന ഭാഗം നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കണം ഇവിടെ. അപ്പോൾ അതിന് നമ്മൾ മടക്കി തയ്ക്കാനായിട്ട് 1/4 ഇഞ്ചും 1 ഇഞ്ചും അങ്ങനെയാണ് നമ്മൾ മടക്കുന്നത്. അതായത് അപ്പോൾ അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് പോക്കറ്റിന്റെ റൈറ്റ് സൈഡിൽ ഞാൻ ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മടക്കിയിട്ട് റോങ് സൈഡിലേക്ക് മടക്കാനായിട്ട് എളുപ്പമായിരിക്കും. അതിനുവേണ്ടി ഇങ്ങനെ മാർക്ക് ചെയ്തേക്കുന്നത്. അതല്ലാതെയും ചെയ്യാം. കുറച്ചും കൂടെ ബിഗിനേഴ്സിനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവില്ല. അപ്പോൾ ചെയ്യേണ്ടത് എപ്പോഴും മിഡിൽ പോർഷനിൽ നിന്ന് വേണം നമ്മൾ മടക്കി തുടങ്ങാനായിട്ട്. അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ട് അത് വൃത്തി ഉണ്ടാവില്ല കാണാനായിട്ട്. അപ്പോൾ അത് ആദ്യം ഇങ്ങനെ മടക്കി കൊടുക്കണം. മടക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ ജസ്റ്റ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നടുക്കത്തെ ഇങ്ങനെ കിട്ടി. എന്നിട്ട് നമ്മളൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അടുത്ത സൈഡിലും ഇതുപോലെ തന്നെ 1/4 ഇഞ്ചിന്റെ മാർക്കിന്റെ അവിടെ ചെയ്യാം. എന്നിട്ട് ഈ 1 ഇഞ്ചിന്റെ മാർക്കിന്റെ വരുന്ന അവിടെ തന്നെ കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇതെല്ലാം ചെയ്യണം. ഇനി ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ പിൻ ചെയ്ത് കൊടുത്തത് ഇത് റോങ് സൈഡിലേക്ക് ഇപ്പോൾ പിൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ റോങ് സൈഡിൽ തന്നെ നമ്മളിതൊന്ന് തയ്ച്ചു കൊടുക്കണം. എന്നിട്ടാണ് നമ്മളിനി ഏപ്രിലിലേക്ക് ഇത് പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഏപ്രിലിൽ പോക്കറ്റ് പിടിപ്പിക്കാനായിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതായത് ബിബിൻ്റെ തൊട്ട് താഴെ ഇങ്ങനെ വേണമെങ്കിൽ വെക്കാം. അല്ലാതെ ഞാനിപ്പോൾ മിഡിൽ പോർഷനിലായിട്ടാണ് വെക്കുന്നത്. അതല്ലാതെ ഇങ്ങനെ 2 സൈഡിലായിട്ട് ഇതുപോലത്തെ 2 പീസ് കട്ട് ചെയ്തിട്ട് 2 സൈഡിൽ ഇങ്ങനെ വെക്കാം. അല്ലെങ്കിൽ ഇത് തന്നെ ഡബിൾ ലെങ്ത്തിൽ ഒറ്റ പീസ് എടുത്തിട്ട് നടുക്കൊരു സ്റ്റിച്ച് കൊടുത്ത് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിന് പോക്കറ്റ് വെക്കാനായിട്ട് മിഡിൽ പോർഷൻ മാർക്ക് ചെയ്യുന്നത് ഞാൻ കാണിക്കാം. അതായത് ഏപ്രിൽ നമ്മളിങ്ങനെ ഇതിപ്പോൾ റൈറ്റ് സൈഡാണ് ഏപ്രിലിൻ്റെ. എന്നിട്ട് ഇത് ലെങ്ത് വൈസ് മടക്കണം. അപ്പോൾ നമ്മൾ ഈ 2 ആം ഹോൾ മാച്ച് ചെയ്യുന്ന പോലെ ഇങ്ങനെ മടക്കിയിട്ട് ഈക്വലായിട്ട് മടക്കുക. എന്നിട്ട് ഒന്നും കൂടെ വിഡ്ത്ത് വൈസ് മടക്കുക. അപ്പോൾ അത് ഇവിടെ ഈ ആം ഹോൾ തുടങ്ങുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് വിഡ്ത്ത് വൈസ് മടക്കുക. അപ്പോൾ
നമുക്ക് ഇവിടെ ഈ ഒരു ജോയിൻറ്റ് ഇവിടെ ഈ ഒരു പോയിന്റിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. അതായത് ഈ ഓപ്പണിംഗ് വരുന്ന ഭാഗമല്ല, ഈ ഫോൾഡ് വരുന്ന ഭാഗത്ത്. ഇത് റൈറ്റ് സൈഡിലാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നിവർത്തുക. ഇതിപ്പോൾ റൈറ്റ് സൈഡാണ്. എന്നിട്ട് പോക്കറ്റും അതുപോലെ തന്നെ ചെയ്യുക. പോക്കറ്റിനെ ഞാനിപ്പോൾ റോങ് സൈഡിലാണ് മാർക്ക് ചെയ്യുന്നത്. അതായത് പോക്കറ്റ് ഇങ്ങനെ ലെങ്ത് വൈസ് മടക്കിയിട്ട് ഒന്ന് വിഡ്ത്ത് വൈസ് ഒന്നുകൂടെ മടക്കുക. എന്നിട്ട് ഈ ഫോൾഡിൻ്റെ പോയിന്റിൻ്റെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ നിവർത്തണം. നിവർത്തിയിട്ട് ഈ രണ്ട് മാർക്കും തമ്മിൽ ഇങ്ങനെ മാച്ച് ചെയ്യുക. മാച്ച് ചെയ്തിട്ട് ഇതിങ്ങനെ നിവർത്തണം. അപ്പോൾ ഇത് കറക്റ്റ് നമുക്കിങ്ങനെ ഒരു മിഡിൽ പോയിന്റിലായിട്ട് നമുക്കിങ്ങനെ കിട്ടും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മുകളിലേക്കോ താഴത്തേക്കോ വെച്ചതുകൊണ്ട് കുഴപ്പമില്ല. ജസ്റ്റ് ഇങ്ങനെ ഞാൻ തയ്ക്കുന്ന രീതി കാണിച്ചതാണ്. എന്നിട്ട് ഇതിങ്ങനെ പിൻ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ നടുഭാഗത്ത് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഇത് ഓൾറെഡി നമ്മളുടെ ഈ പോക്കറ്റിൻ്റെ ഓപ്പണിംഗ് വരുന്ന വശം നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് ഈ 3 വശം ഒന്ന് മടക്കി തയ്ക്കണം. അത് ഇതിനകത്ത് വെച്ചുകൊണ്ട് തന്നെ ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഒരു 1/4 ഭാഗം ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ മടക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ലേസ് വെക്കണമെങ്കിൽ ഇപ്പോൾ പിടിപ്പിക്കണം. അതായത് ഏപ്രിലിൽ ലേസ് വെക്കാൻ ഇഷ്ടം ഉണ്ടെങ്കിൽ ഇങ്ങനെ മടക്കി കഴിയുമ്പം നമ്മൾ ഈ മടക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളിതിങ്ങനെ വെച്ച് പോകണം ലേസ്. അപ്പോൾ ഇത് ചെയ്യുമ്പം നീങ്ങി പോവും. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒന്നൊരു ബേസ്റ്റിംഗ് സ്റ്റിച്ച് കൊടുക്കണം. ബേസ്റ്റിംഗ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ റഫായിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുന്നത്, അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ശരിക്കുള്ള സ്റ്റിച്ച് തയ്ച്ചു കഴിഞ്ഞാൽ ആ ബേസ്റ്റിംഗ് സ്റ്റിച്ച് അഴിച്ച് കളയാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഒന്ന് നല്ലപോലെ പിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പം ഞാൻ ലേസ് പിടിപ്പിക്കുന്നില്ല. ഇങ്ങനെയാണ് ലേസ് പിടിപ്പിക്കേണ്ടത്. ഇങ്ങനെയാണ് ഈ സമയത്ത് ചെയ്യേണ്ടത്. പിന്നെ ഇപ്പോൾ ഇവിടെ ഈ സ്ഥലത്താണ് ലേസ് പിടിപ്പിക്കേണ്ടതെങ്കിൽ നമ്മളിത് തയ്ക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടൊന്ന് ലേസ് പിടിപ്പിച്ചാൽ മതി. പിന്നെ അങ്ങനെ ഈ 4 ഭാഗം ഇതുപോലെ മടക്കി തയ്ക്കണം. അപ്പോൾ ഇനി ഈ സൈഡ് മടക്കിയത് നമ്മൾ ഇതൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇനി താഴെ ഭാഗത്ത് ഇതും നടുക്കുന്ന ഒന്ന് പിൻ ചെയ്ത് തുടങ്ങണം. ഇങ്ങനെ ഒന്ന് പതുക്കെ ഈ ഒരു ഭാഗം കറക്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു അറ്റത്ത് ഇങ്ങനെ നിൽക്കരുത്. ഇത് കറക്റ്റ് ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ ജസ്റ്റ് ആ മടക്കി വരുമ്പോൾ തന്നെ അവിടെ ഒന്ന് പിൻ ചെയ്ത് പോകണം. അങ്ങനെ ഇപ്പം ഇത് ചെയ്ത പോലെ തന്നെ ഈ സൈഡും ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഈ 3 സൈഡും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഈ മടക്കി വെച്ച ഭാഗമെല്ലാം തയ്ക്കണം. അപ്പോൾ ഇതിന് ഇങ്ങനെ തയ്ക്കുന്ന പോക്കറ്റിന് ഇത് പാച്ച് പോക്കറ്റ് എന്ന് പറയും. അതിപ്പോൾ ഏപ്രിൽ എന്നല്ല, വേറെ ഏത് ഗാർമെൻ്റ് ആണെങ്കിലും നമ്മളിപ്പോൾ ഈ പാച്ച് പോക്കറ്റ് തയ്ക്കുന്ന ഒരു മെത്തേഡ് ഇത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു ഷേപ്പ് കൊടുക്കുന്നേ ഉള്ളൂ. റൗണ്ട് ഷേപ്പ് കൊടുക്കണേ അങ്ങനെ ചെയ്യാം. അതല്ലാതെ ഒരു ക്രോസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ പാച്ച് പോക്കറ്റിൻ്റെ ഒരു മെത്തേഡ് ഇതാണ്. അപ്പോൾ നമ്മളിത് തയ്ച്ച് തുടങ്ങാൻ നേരം ഇതിൻ്റെ ഈ പോക്കറ്റിൻ്റെ ഓപ്പണിംഗ് വരുന്ന ഭാഗത്ത് ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഒന്ന് ലോക്ക് ചെയ്യാനാണത്. ഇവിടെ ഇങ്ങനെ ആദ്യം ഇവിടെ നിന്ന് സ്റ്റിച്ച് തുടങ്ങിയിട്ട് ഇങ്ങനെ പോയിട്ട് പിന്നെ താഴത്തേക്ക് പോയി അത് കംപ്ലീറ്റ് ചെയ്യണം. അതല്ലാതെ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു കോർണറിലേക്ക് സ്റ്റിച്ച് അങ്ങനെ കൊടുക്കുക. ഇപ്പോൾ ഷർട്ടിൻ്റെയൊക്കെ പോക്കറ്റിൽ കാണുന്ന പോലെ. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ തയ്ച്ചിട്ട് നമ്മളിത് ഇവിടെ ഒന്ന് ലോക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്യണം, അതൊന്ന് സ്റ്റിച്ച് ലോക്ക് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇങ്ങനെ തയ്ച്ച് വരുമ്പം ഈ അറ്റത്ത് എത്തുമ്പോഴത്തേക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് സൂചി കൈ വെച്ചൊന്ന് നീക്കിയാൽ മതി. എന്നിട്ട് സൂചി പുറത്തേക്ക് എടുക്കരുത്. എന്നിട്ട് ഇതിന് മുകളിലേക്ക് ആക്കിയിട്ട് തിരിക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെക്കുക. എന്നിട്ട് ഈ അറ്റത്ത് തന്നെ ഇങ്ങനെ തയ്ക്കുക. അപ്പം ഇവിടെ ഈ പോയിന്റിലെത്തുമ്പോഴത്തേക്ക് ഒന്ന് ഈ ഹാൻഡ് വീൽ ഒന്ന് കൈ വെച്ച് ചെയ്താൽ മതി. എന്നിട്ട് ഇത് പതുക്കെ സൂചി പുറത്തേക്ക് എടുക്കാതെ പിന്നെ അതുപോലെ തന്നെ ചെയ്ത്
ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഇവിടെ ഈ അടുത്ത ഓപ്പണിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എത്തുമ്പോഴത്തേക്കും അതുപോലെ തന്നെ ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ ഇത് തയ്ച്ചു കൊണ്ടുവരണം. എന്നിട്ടൊരു 3-4 സ്റ്റിച്ച്, ഒരു 2 സ്റ്റിച്ച് ഇവിടെ വരും. എന്നിട്ട് ഇതിവിടെ ഈ ഒരു മാർക്ക് ചെയ്തേക്കുന്ന കൂടെ അത് കൊണ്ടുവരും. ഇവിടെ ജസ്റ്റ് ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ടൊന്ന് ബാക്ക് സ്റ്റിച്ച് കൊടുത്താൽ മതി. അപ്പം അതവിടെ ലോക്കായി പോകും. പോക്കറ്റ് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇത് ആം ഹോളിൻ്റെ സ്ട്രിപ്പ് പിടിപ്പിക്കാം. ഈ ആം ഹോളിൻ്റെ ഇവിടെ തയ്ക്കണം. അപ്പോൾ അതിന് നമ്മൾ ഈ അതേ ഷേപ്പിൽ തുണി കട്ട് ചെയ്ത് വെച്ചത് ഇങ്ങനെ ജസ്റ്റ് അവിടെ ഇങ്ങനെ വെക്കുക. ഇതിപ്പം ഏപ്രിൻ്റെ റൈറ്റ് സൈഡാണ്. റൈറ്റ് സൈഡിൽ തന്നെ നമ്മളിത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം. ഈ തുണിയുടെ നമ്മൾ ഈ 2 പീസ് വെച്ചേക്കുന്നതിൻ്റെ അറ്റവും തമ്മിൽ മാച്ച് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അറ്റത്തിൽ കൂടെ ഇതിങ്ങനെ തയ്ച്ചു പോയാൽ മതി. അപ്പോൾ കറക്റ്റ് 1.25 കിട്ടും. മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ വെച്ചാൽ ഇത് പോകുന്ന അനുസരിച്ചിട്ട് അതങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇത് കണ്ടോ, ഇത് രണ്ടും ഇങ്ങനെ മാച്ച് ചെയ്ത് ഇങ്ങനെ തയ്ച്ചു പോയാൽ മതി. അപ്പം നമ്മളിത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ കർവ് വരുന്ന ഭാഗത്തൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അപ്പോൾ ഈ സ്റ്റിച്ചിൻ്റെ അവിടേക്ക് കട്ട് വരാതെ നോക്കണം. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് തിരിച്ച് റോങ് സൈഡിലേക്ക് മടക്കണം. അപ്പോൾ അതിന് നമ്മളിവിടെ ഒന്ന് കൈവച്ച് പതുക്കെ ഒന്ന് ഇത് സീം പ്രസ് ചെയ്യണം. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട്, ഇതിപ്പോൾ റൈറ്റ് സൈഡിലാണോ നമ്മൾ തയ്ച്ചേക്കുന്നത്, ഇതിന് ഈ റോങ് സൈഡിലേക്ക് തിരിച്ച് മടക്കണം. അപ്പോൾ എപ്പോഴും ചെയ്യുമ്പോൾ ഈ മിഡിൽ പോർഷനിൽ നിന്ന് ഇങ്ങനെ മടക്കി തുടങ്ങണം. അപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ തുണി വലിയില്ല. ഇതിപ്പോൾ നമ്മൾ ഈ സ്ട്രിപ്പ് നമ്മൾ റൈറ്റ് സൈഡിൽ തയ്ച്ചത് ഇവിടെ കട്ട് ചെയ്ത് കൊടുത്ത് ഇതിപ്പോൾ റോങ് സൈഡിലേക്ക് തിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ലപോലെ ഈ സീം നമ്മൾ സ്റ്റിച്ച് ചെയ്തത് സ്ഥലം നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുത്താലേ നമുക്കത് ഈസി ആയിട്ട് ഇങ്ങോട്ട് ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ കട്ട് ചെയ്തും കൊടുക്കണം. അപ്പോൾ അപ്പോൾ ഈ മെയിൻ തുണി ഇതിൻ്റെ ഇടയ്ക്ക് കാണരുത്. ഇത് കറക്റ്റ് സ്ട്രിപ്പ് ഇങ്ങോട്ട് തിരിച്ച് വെക്കണം. എന്നിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ മിഡിൽ പോർഷനിൽ നിന്ന് നമ്മളിങ്ങനെ മടക്കി കൊടുക്കണം. ഉള്ളിലേക്ക് മടക്കി കൊടുക്കണം. അങ്ങനെ ഫുൾ ഇതെല്ലാം അങ്ങനെ തന്നെ മടക്കി കൊടുക്കണം. അപ്പം മടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മളിങ്ങനെ ഈ സ്ട്രിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കരുത്. വലിച്ചു ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. അതിൻ്റെ ഷേപ്പ് പോവും. അത് എവിടെയാണോ ആ ഫോൾഡ് വരുന്നത് അത് കറക്റ്റ് നമ്മൾ കറക്റ്റായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നതെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഫോൾഡ് കിട്ടും. ആ മടക്കുന്നത് കറക്റ്റായിട്ട് മടങ്ങി വരും. അപ്പോൾ അതങ്ങനെ ഇത് ഫുള്ള് ഇങ്ങനെ മടക്കണം. ഇനി ഇതുപോലെ ഞാനിതെല്ലാം റോങ് സൈഡിലേക്ക് തിരിച്ചിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റത്ത് കൂടെ ഇങ്ങനെ തയ്ക്കണം. ഇനി ഇത് പിൻസ് ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്ത് അതിങ്ങനെ അറ്റത്ത് കൂടെ തയ്ച്ചു പോകണം. ആം ഹോളിൻ്റെ ഒരു ഭാഗം തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഇങ്ങനെ വരുന്നത്, റോങ് സൈഡിൽ നമ്മളിപ്പം തയ്ച്ചത് ഇങ്ങനെ വരും. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കണം. ഇതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ ഒരു ആം ഹോളാണ് നമ്മളിങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ അടുത്ത വശവും ഇതുപോലെ തന്നെ സ്ട്രിപ്പ് വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അടുത്തത് വേണ്ടത് നമുക്ക് ഈ നെക്ക് സ്ട്രിപ്പ് പിടിപ്പിക്കണം. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ ഒരു നെക്ക് സ്ട്രിപ്പിൻ്റെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഒന്ന് തയ്ച്ചെടുക്കണം. അതിനു മുമ്പ് 2 തരത്തിൽ നമുക്ക് നെക്ക് സ്ട്രിപ്പ് പിടിപ്പിക്കാം. അതായത് ഒന്ന് നമുക്ക് ഈ അറ്റവും 2 അറ്റം ഇങ്ങനെ ജസ്റ്റ് മടക്കിയിട്ട് ഈക്വലായിട്ട് മടക്കി ഒന്നും കൂടെ അത് മടക്കുക. എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇത് ഫുൾ അങ്ങനെ തന്നെ. അപ്പോൾ ഇതൊരു സിംഗിൾ ഒരു തിന്നായിട്ടുള്ളൊരു സ്ട്രിപ്പായിട്ട് കിട്ടും. അതല്ലാണ്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഇതിപ്പോൾ റോങ് സൈഡിലേക്ക് മടക്കിയേക്കാണ് 2ആയിട്ട്. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത 3 ഇഞ്ചിൻ്റെ സ്ട്രിപ്പാണത്. അത്
ഇങ്ങനെ മടക്കിയിട്ട് ഇതിൽ കൂടെ ഒരു ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കണം. അതായത് ഈ രണ്ട് ഓപ്പണിംഗ് ഒന്ന് ജോയിൻ ചെയ്യണം. എന്നിട്ട് നമുക്കിത് തിരിച്ച് നമ്മൾ മറിച്ചെടുക്കുകയാണ് ഈ സ്ട്രിപ്പ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് സ്ട്രിപ്പും കൂടെ വേണം നമുക്ക് കഴുത്തിൻ്റെ ഇത് വെച്ചിട്ട് തയ്ച്ചിട്ട് ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് മടക്കി തയ്ക്കണം. അപ്പോൾ ഇതാദ്യം ഒന്ന് തയ്ച്ചെടുക്കണം ഇതിൻ്റെ അറ്റത്ത്. ജസ്റ്റ് ഈ ഫൂട്ട് അനുസരിച്ചിട്ട് തയ്ച്ചാൽ മതി. ഫൂട്ടും ഇതും കൂടെ മാച്ച് ചെയ്തിട്ട് വെച്ചിട്ട് അതനുസരിച്ച് തയ്ച്ചു പോയാൽ മതി. ഇതിന് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കറക്റ്റ് 1/4 ഇഞ്ച് വരും. ഈ ഫൂട്ടിൻ്റെ കറക്റ്റ് എഡ്ജിൽ കൂടെ ഇങ്ങനെ തയ്ച്ചു പോയി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ അത് നെക്സ്റ്റ് സ്ട്രിപ്പ് വെച്ചിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാനുള്ള ഒരു സ്ട്രിപ്പ്. ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ഈ ബിബ് തയ്ച്ച് കട്ട് ചെയ്ത ഭാഗം, അവിടുത്തെ ഒരു മെഷർമെന്റ് എടുത്തിട്ട് അതിനേക്കാൾ ഒരു 1 ഇഞ്ച് കൂട്ടിയെടുക്കുക. ഒരു 1.5 ഇഞ്ചിന്റെ സ്ട്രിപ്പ് മതി വീതി. അപ്പോൾ അതെന്താന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ മടക്കിയിട്ട് വേണം നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ആ മടക്ക് ഇവിടെ കറക്റ്റ് വന്നിട്ട് എടുക്കാനുള്ള ഒരു തരത്തിൽ മെഷർമെന്റ് എടുത്താൽ മതി. ഇത് കറക്റ്റ് എടുത്തിട്ട് ഒരു 1 ഇഞ്ചോ 1.5 ഇഞ്ചോ കൂട്ടി അതിൻ്റെ ലെങ്ത് എടുത്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു സ്ട്രിപ്പ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി തയ്ക്കണം, അതിൻ്റെ അറ്റം ഒന്ന് ഫിനിഷ് ചെയ്യാനായിട്ട്. ഇനി അടുത്തത് ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ അതിൻ്റെ അരികെ അടിച്ചെടുത്തല്ലോ, ഇനി ഈ സ്ട്രിപ്പ് നമുക്ക് ഇങ്ങനെ തിരിച്ചെടുക്കണം. ഇതിൻ്റെ റൈറ്റ് സൈഡ് മുകളിലേക്ക് ആക്കിയെടുക്കണം. അപ്പോൾ അതിന് ഇതിങ്ങനെ എന്തെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ഇത് പതുക്കെ, അല്ലെങ്കിൽ കൈ വെച്ചിട്ടായാലും ഇത് പതുക്കെ ഒന്ന് പുറത്തേക്ക് എടുക്കണം. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തയ്ച്ച നെക്സ്റ്റ് സ്ട്രിപ്പ് ഉണ്ടല്ലോ, ഈ നെക്സ്റ്റ് സ്ട്രിപ്പിൻ്റെ ഈ സ്റ്റിച്ച് വരുന്ന ഭാഗം ഉള്ളിലേക്കായിട്ട് അകത്തേക്കായിട്ട് വെക്കണം. എന്നിട്ട് ഇതിൻ്റെ ഈ അറ്റത്ത് ഇതിങ്ങനെ വെക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഈ നമ്മൾ തയ്ച്ച ഈ സ്ട്രിപ്പ് ഉണ്ടല്ലോ, ഈ സ്ട്രിപ്പിൻ്റെ ഈ ഭാഗം നമ്മൾ തയ്ക്കാത്ത ഭാഗം ഇങ്ങനെ വെക്കുക. അതായത് ഈ മടക്കി തയ്ച്ച ഭാഗത്തിൻ്റെ റോങ് സൈഡാണ് മുകളിൽ വരേണ്ടത്. എന്നാലും നമ്മളിത് തിരിച്ച് അങ്ങോട്ട് ടേൺ ചെയ്തെടുക്കുമ്പം കറക്റ്റ് സൈഡ് വരുള്ളൂ. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് ഈ ഭാഗം ഇവിടെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് അതവിടെ പിൻ ചെയ്യണം. അപ്പോൾ കറക്റ്റ് ഈ ഒരു ഏപ്രിൻ്റെ ഇങ്ങനെ തുണിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം തയ്ക്കുന്നതിന് മുമ്പ്. എന്നിട്ട് ഇതിങ്ങനെ കറക്റ്റ് ഇതും വെക്കുക അറ്റത്ത്. എന്നിട്ട് ഇതിങ്ങനെ മടക്കി കൊടുക്കണം. ഇത് ഇങ്ങനെ അറ്റത്ത് കൂടെ തയ്ച്ചു കൊടുക്കണം. അതായത് ഈ ഫൂട്ടും ഇതിൻ്റെ അറ്റവും തമ്മിൽ മാച്ച് ചെയ്ത് തയ്ച്ചാൽ മതി. ഇവിടെ 1/4 ഇഞ്ച് മാർക്ക് ചെയ്യണം എന്നില്ല. ഇതിങ്ങനെ ഇത് പോകുന്ന പോലെ തന്നെ അതേ രീതിയിൽ അങ്ങനെ തയ്ച്ച് അറ്റം വരെ തയ്ക്കുക. ഇനി ഇത് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തിരിച്ച് റോങ് സൈഡിലേക്ക് ആക്കണം. അപ്പോൾ ഈ നമ്മൾ ഇവിടെ എക്സ്ട്രാ തുണിയുടെ അവിടെ തയ്ച്ചു കൊടുത്തതും ഇതിങ്ങനെ തിരിച്ച് ഇങ്ങനെ ആക്കിയിട്ട് ഈ സ്ട്രിപ്പ് ഇത് പതുക്കെ ഇവിടെ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റിച്ചിൻ്റെ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ തിരിച്ചങ്ങോട്ടാക്കുക. ഈ സ്ട്രിപ്പ് തിരിച്ചങ്ങോട്ടാക്കുക. ഇനി ഇത് റോങ് സൈഡിൽ ഇങ്ങനെ എടുത്തിട്ട് ഈ സ്ട്രിപ്പിൻ്റെ ഇവിടെ എക്സ്ട്രാ വന്നേക്കുന്നത് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, അത് അതേ മടക്കിൽ തന്നെ കറക്റ്റ് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് ഇതിങ്ങനെ വെച്ച് പിൻ ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ റോങ് സൈഡിലേക്ക് ഈ സ്ട്രിപ്പ് മാത്രം ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് റോങ് സൈഡിലേക്ക് മടക്കിയിട്ട് നമ്മളിവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തു. അപ്പോൾ ഏപ്രിൻ്റെ ഈ ഒരു നെക്സ്റ്റ് സ്ട്രിപ്പിൻ്റെ ഭാഗം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് സൈഡ് ബെൽറ്റ് തയ്ക്കണം. ഇനി അടുത്തത് സൈഡ് ബെൽറ്റ് പിടിപ്പിക്കാനായിട്ട് നമ്മൾ 2 സ്ട്രിപ്പ് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, 4 ഇഞ്ചിൻ്റെ നമ്മൾ അതിൻ്റെ ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സെയിം നമ്മൾ നെക്സ്റ്റ് സ്ട്രിപ്പ് ചെയ്ത പോലെ തന്നെ ഇത് തിരിച്ച് ഇങ്ങനെ റോങ് സൈഡിൽ ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മളിത് തിരിച്ച് ഈ സ്ട്രിപ്പ് ടേൺ ചെയ്യണം.
അങ്ങനെ ഈ 2 സ്ട്രിപ്പും അതുപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ സ്ട്രിപ്പ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ റോങ് സൈഡിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡും നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗത്ത് കൂടെ പതുക്കെ ഇതിങ്ങനെ പുറത്തേക്ക് എടുക്കണം. അതെന്തെങ്കിലും ഒരു ഇങ്ങനത്തെ ഒരു ടൂൾ വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും പതുക്കെ അങ്ങനെ ആക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ കൈ വെച്ചായാലും എടുക്കാം. അത് ഈ ഒരു 4 ഇഞ്ചിൻ്റെ സ്ട്രിപ്പാണെങ്കിലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ മെത്തേഡ് അല്ലാതെ വെറുതെ ഇങ്ങനെ തുണി ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അങ്ങനെയും ഒരു സ്ട്രിപ്പ് ബെൽറ്റിന് എടുക്കാം, വേസ്റ്റ് ബെൽറ്റിന് എടുക്കാം. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഉണ്ടാവുമെന്ന് മാത്രം ഏപ്രൺ കാണുമ്പോൾ. ഇതിങ്ങനെ 2 വേസ്റ്റ് ബെൽറ്റിൻ്റെ പീസ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാനിങ്ങനെ ഈ അറ്റത്ത് കൂടെ തന്നെ ഈ എൻഡ് ക്ലോസ് ചെയ്തിട്ടാണ് ഞാൻ കാണിച്ചു തന്നത്. അതല്ലാതെ തന്നെ 2 അറ്റവും ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഇവിടെ ഒന്ന് മടക്കി അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി തയ്ച്ച അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഇനി നമ്മളിത് ഏപ്രണിൽ പിടിപ്പിക്കണം. ഇനി നമുക്ക് ഈ ബെൽറ്റിനകത്ത് പിടിപ്പിക്കാനായിട്ട് ഈ സ്റ്റിച്ച് വരുന്ന ഭാഗം ഇങ്ങനെ അകത്തേക്ക് ആക്കിയിട്ട് ഈ ആം ഹോളിൻ്റെ ഭാഗം ഈ അറ്റം ഉണ്ടല്ലോ, അറ്റമെല്ലാം തയ്ക്കണം. അപ്പോൾ അത് ജസ്റ്റ് ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ ബെൽറ്റ് ഇവിടെ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഒന്നും കൂടെ മടക്കുക. ഒരു 2 പ്രാവശ്യം ഇങ്ങനെ 1/4 ഇഞ്ച് മടക്കുക. അപ്പോൾ ഒരു പ്രാവശ്യം, രണ്ടാമത്തെ പ്രാവശ്യം മടക്കുമ്പം ഇതും കൂടെ ചേർത്ത് മടക്കിയിട്ട് ഈ ബെൽറ്റ് പുറത്തേക്ക് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഒന്ന് ഇവിടെ പിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ തയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ തയ്ച്ചു പോകണം. അപ്പോൾ ഈ ബെൽറ്റ് ഇവിടെ ഇങ്ങനെ ലോക്കാവും. എന്നിട്ട് ഇതിങ്ങനെ 1/4 ഇഞ്ച് മടക്കി പിൻ ചെയ്ത് വരണം. അങ്ങനെ ഇവിടെയും അതുപോലെ തന്നെ 1/4 ഇഞ്ച് മടക്കിയിട്ട് ഈ താഴത്തെ ഭാഗത്തും ഇങ്ങനെ തന്നെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം. ഒറ്റ തയ്ക്കില്ല, അത് ഫുള്ള് കഴിയും. പിന്നെ ഞാനിപ്പോൾ ഈ ബെൽറ്റ് പിടിപ്പിച്ചേക്കുന്നത് ഈ ആം ഹോളിൻ്റെ സ്ട്രിപ്പ് പിടിപ്പിച്ചേക്കുന്നതിൻ്റെ തൊട്ട് ടിപ്പിലായിട്ടാണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഇത് കട്ടിയുള്ള തുണിയൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഏപ്രിന് വേണ്ടിയിട്ട്, അപ്പോൾ ഇവിടെ ഈ ആം ഹോളിൻ്റെ സ്ട്രിപ്പും ഈ ഒരു മടക്കും എല്ലാം കൂടെ വരുമ്പോൾ ചിലപ്പം ഇവിടെ കട്ടി കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സ്ട്രിപ്പിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ബെൽറ്റ് ഒന്ന് പിടിപ്പിച്ചാൽ അത്രയ്ക്കും കട്ടി വരില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടേക്കായിട്ട് ഒന്ന് ഇറക്കി വെച്ചിട്ട് ഈ ഒരു ആം ഹോളിൻ്റെ സ്ട്രിപ്പിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇറക്കി വെച്ചിട്ട് തയ്ച്ചാൽ മതി. അത് കട്ടിയുള്ള തുണിയൊക്കെ ആണെങ്കിലാണ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇനി ആദ്യം നമുക്ക് ഈ ബെൽറ്റ് പിടിപ്പിച്ചേക്കുന്ന ഭാഗം ആദ്യം തയ്ച്ചു തുടങ്ങണം. അതായത് ഇവിടുന്ന് ഈ ജോയിൻറ്റിൽ നിന്ന് നമ്മൾ ബെൽറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അവിടുന്ന് അതൊരു റെക്റ്റാങ്കിൾ പോലെ ചെയ്ത് അതവിടെ 4 സൈഡും തയ്ക്കണം, ഫിക്സ് ചെയ്യണം. എന്നിട്ട് സൈഡ് തയ്ച്ച് മറ്റേ ബെൽറ്റിൻ്റെ സൈഡും അതുപോലെ തന്നെ ചെയ്തിട്ട് നമുക്ക് ഫിനിഷ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ തയ്ച്ച് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഈ ബെൽറ്റിൻ്റെ ഇത് പിടിപ്പിച്ചേക്കുന്ന ഭാഗത്ത് കുറച്ച് കട്ടി കൂടുതലാന്ന് തോന്നുകയാണെങ്കിൽ, ഈ ഒത്തിരി കട്ടിയാണെന്നുണ്ടെങ്കിൽ സൂചി ഒടിയാതിരിക്കാനായിട്ട് നമുക്ക് ഈ ഹാൻഡ് വീൽ വെച്ചിട്ട് പതുക്കെ കൈ വെച്ചിട്ട് മാനുവലി ഒരു 2-3 സ്റ്റിച്ച് കൊടുക്കാൻ പറ്റും, എവിടെയാണോ കട്ടി കൂടുതലെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ. ഏപ്രിൻ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു റിബൺ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വേണമെങ്കിൽ 2 ബട്ടൺസോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലും അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു വുഡൻ ബട്ടൺസ് പോലെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ മാച്ചിങ് ബട്ടൺസ് തയ്ക്കാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം വെച്ചിട്ട് ഏതൊരു ഗാർമെൻ്റ് ആണെങ്കിലും ലേസോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ മിനിമലായിട്ടൊന്ന് അത് തയ്ച്ചിട്ടുണ്ടെങ്കിൽ ആ ഗാർമെൻറ്റിന് അതൊന്ന് എൻഹാൻസ് ചെയ്യാൻ നല്ലതായിരിക്കും. കുറച്ചും കൂടെ ഒരു ഭംഗി വരും തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഏപ്രൺ തയ്ക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുള്ളാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് തയ്ച്ച് നോക്കണം. തയ്ച്ച് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ സജഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. താങ്ക്